വയനാടിന്റെ MP പ്രിയപ്പെട്ട ശ്രീമതി പ്രിയങ്ക ഗാന്ധി മറ്റ് UDF നേതാക്കന്മാരോടൊപ്പം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഇരുവശങ്ങളിലും നിൽക്കുന്ന ആളുകള് അതിന് വഴിയൊരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയങ്കരിയായ നേതാവ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇതാ കടന്നു വരികയാണ്. ഈ കവാടത്തിൽ നിൽക്കുന്ന പ്രവർത്തകർ ദയവ് ചെയ്ത് മാറിക്കൊടുക്കണം. പ്രിയങ്കരിക്ക് സ്റ്റേജിലേക്ക് കടന്നു വരാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കണം. തോരാത്ത മഴയത്തും ചോരാത്ത ആവേശവുമായി കാത്തു നിൽക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന നിലമ്പൂർ നിവാസികളെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് പ്രിയങ്ക ഗാന്ധി കടന്നു വരികയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ചരിത്ര ഭൂരിപക്ഷം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഇതാ കടന്നു വരികയാണ്. രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയ രാജീവിന്റെ ചോരയിത ഇന്ദിരാ ഗാന്ധിയുടെ പിന്മുറക്കാരി ഇതാ പ്രിയപ്പെട്ടവരെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ, ആർത്തലക്കുന്ന അലമാലകളെ, ആളിപ്പടരുന്ന അഗ്നിനാളങ്ങളെ തോൽപ്പിക്കുന്ന ആവേശ പരിമള ഈ ചന്തക്കുന്ന് സൃഷ്ടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഇവിടെ കടന്നു വരികയാണ്. തന്നെ കാണുവാൻ തടിച്ചുകൂടിയ, തന്റെ വാക്ക് കേൾക്കുവാൻ തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങളെ അഭിവാദ്യം ചെയ്യാൻ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട നേതാവ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാവൽ മാലാക രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയുടെ തിട്ടൂരങ്ങൾക്കെതിരെ പൊരുതുന്ന രാജ്യത്തിന്റെ പോരാളിയായ നമ്മുടെ പാർലമെന്റ് മെമ്പർ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ചന്തക്കുന്നങ്ങാടിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനമഹാ സമുദ്രത്തെ ആവേശത്തിരമാലയിലെത്തിക്കൊണ്ട് ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കടന്നു വരുന്നു. പ്രിയങ്കരനായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അവർ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അഭിവന്ദനായ നേതാക്കളെ, നിലമ്പൂര് ഏതാനും ദിവസങ്ങൾക്കകം പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, കേരളം കാതോർത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ബൈ ഇലക്ഷൻ. കഴിഞ്ഞ 9 കൊല്ലക്കാലമായി കേരളം ഭരിച്ചു മുടിച്ച് ജനങ്ങളെ മുഴുവൻ വെറുപ്പിച്ച ഒരു സർക്കാർ കേരളത്തിൽ ഇരിക്കുന്നുണ്ട്. ഈ നമ്മുടെ മലപ്പുറം ജില്ലയെ പോലും അപമാനിക്കാൻ ഏറ്റവും മുന്നിൽ വന്നൊരു മുഖ്യമന്ത്രി നയിക്കുന്ന ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ്. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്നില്ല. മൃഗങ്ങളുടെ ശല്യം മൂലം നിരവധിയായ ആളുകൾ കൊല്ലപ്പെടുന്നു. അതുപോലുള്ള നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, വീടില്ലാത്തവരുടെ എണ്ണം എടുത്താൽ അത് ലക്ഷക്കണക്കിനാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. പാവപ്പെട്ടവനെ തിരിഞ്ഞു നോക്കാൻ ആളില്ല. മുതലാളിമാർക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാക്കി പിണറായി ഗവൺമെന്റ് കേരള ഗവൺമെന്റിനെ മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് നിങ്ങളെ കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ പ്രിയങ്ക ഗാന്ധി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് പ്രിയങ്ക ഗാന്ധി നടത്തിയ ഈ 2 പരിപാടികളിലൂടെ തന്നെ നിലമ്പൂരിലെ ജനങ്ങൾ ഒട്ടാകെ ആഹ്ലാദപൂർവം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ
മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചയക്കും എന്നുള്ളതിൽ സംശയമില്ല. അതിലൂടെ ഇത് ആദ്യ തുടക്കമാണ്. നിലമ്പൂരിൽ ആര്യാടൻ വിജയിക്കും. 2026 ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ജയിക്കും, ഭരിക്കും എന്നുള്ളതാണ് അവസ്ഥ. അതിനുള്ളൊരു കാലാവസ്ഥയാണ്. ഇതിനു വേണ്ടി നിങ്ങളെ എല്ലാവരെയും നേരിൽ കാണാൻ നമ്മുടെ പ്രിയങ്കരായ നേതാവ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ 19-ാം തീയതി മഴയായിരിക്കും. മഴയായാലും കോരിച്ചൊരിയുന്ന മഴയായാലും നമ്മളെല്ലാം പോളിംഗ് ബൂത്തിലെത്തും കൃത്യമായി എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ നിങ്ങൾ പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിക്കും. വേദിയിലിരിക്കുന്ന ആദരണീയരായ പ്രിയങ്കാജി അടക്കമുള്ള KC വേണുഗോപാൽജി, അബ്ബാസ് അലി തങ്ങൾ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, VD സതീശൻ, KPCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇത് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നില്ല. ഇത് ഞാൻ ജനിച്ച നിലമ്പൂര, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച നിലമ്പൂര. എൻ്റെ പിതാവിനെ 4 പതിറ്റാണ്ടോളം കാലം നിങ്ങൾ ചേർത്ത് പിടിച്ച് ജനപ്രതിനിധിയാക്കി. നിങ്ങളും എൻ്റെ പിതാവും ചേർന്ന് ഈ ഗ്രാമത്തെ ഒരു നാടാക്കി മാറ്റി. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തു. അദ്ദേഹം നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ 2016 മുതൽ നമ്മൾ കാണുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് എല്ലാം അവഗണിക്കപ്പെട്ട ഒരു നിലമ്പൂരാണ്. വളരെ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയ ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിനെ പൂർണ്ണമായും കബളിപ്പിച്ചു, പൂർണ്ണമായും അവഗണിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്കതിൽ നിന്ന് മോചനം നേടണം, അതിൽ നിന്ന് നമുക്ക് മുക്തി നേടണം. എൻ്റെ പിതാവ് മരണശയ്യയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ നിലമ്പൂർ ആര് സ്ഥാനാർത്ഥിയായാലും ഈ നിലമ്പൂർ തിരിച്ചു പിടിക്കണം, ഐക്യ ജനാധിപത്യ മുന്നണി എന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിലും കിടന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് ഇവിടെ UDF ഒറ്റക്കെട്ടായി, അബ്ബാസ് അലി തങ്ങൾ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ RSPയുടെ, അതുപോലെ തന്നെ പ്രേമചന്ദ്രൻ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരും ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഒറ്റ കാര്യം. നിങ്ങളെന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി, നിങ്ങളെന്നെ മുനിസിപ്പൽ ചെയർമാനാക്കി, നമ്മൾ ഒരുമിച്ച് ഇന്ത്യയിലെ ഏറ്റവും നല്ല പഞ്ചായത്തായി മാറാൻ നമുക്ക് സാധിച്ചു. നിങ്ങളെന്നെ നഗരസഭാ ചെയർമാനാക്കി, കേരളത്തിലെ ഏറ്റവും നല്ല നഗരസഭയ്ക്കുള്ള അവാർഡുകൾ നമ്മൾ വാങ്ങി. അങ്ങനെ ഒട്ടേറെ അംഗീകാരങ്ങൾ ഈ നാട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. യുണിസെഫിൻ്റെ അംഗീകാരം കൊണ്ടുവരാൻ സാധിച്ചു. ആഗോള അംഗീകാരങ്ങൾ വരെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതിനൊക്കെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് വാഗ്ദാനങ്ങളൊന്നുമല്ല തരാനുള്ളത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നും നിങ്ങളുടെ ഒരു മകനെ പോലെ, നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ, നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായി എന്നും ഈ നിലമ്പൂരിലുണ്ടാകും. എനിക്ക് മറ്റെവിടെയും പോകാനില്ല. ഞാൻ ഇവിടെ ജനിച്ചുവെങ്കിൽ, ഇവിടെ വളർന്നുവെങ്കിൽ, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചുവെങ്കിൽ, അന്ത്യശ്വാസം വരെ ഒരു നിലമ്പൂരുകാരനായി ഞാനുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊരുമിച്ച് ഒരു കാര്യം കൂടി ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നിങ്ങൾ എന്നെ വിജയിപ്പിച്ചയച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരിക്കലും ആരുടെ മുന്നിലും തല കുനിക്കേണ്ട ഒരു അവസരം ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. നിങ്ങൾ എന്നെ ജയിപ്പിച്ചയച്ചാൽ
ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പ് തരാം, ഞാൻ ഒരിക്കലും നിങ്ങളെ പാതി വഴിയിലിട്ട് എങ്ങോട്ടും പോകില്ല എന്നുകൂടി ഞാൻ പറയാണ്. എനിക്കെവിടെയും പോകാനില്ല. നമുക്ക് ഈ മണ്ണ്, UDFന്റെ മണ്ണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം. ഒന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊരുമിച്ച് 2016 മുതൽ നമ്മളെല്ലാം അവഗണിച്ചു. നമ്മുടെ ബൈപ്പാസ് നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ കൊണ്ടുവന്ന ബൈപ്പാസ് 9 വർഷമായി അതുപോലെ കിടക്കുന്നു. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് 9 വർഷമായി അതുപോലെ കിടക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് കോളേജ് അതുപോലെ കിടക്കുന്നു. ഇതിനൊക്കെ നമുക്കൊരു തുടർച്ച വേണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, നമുക്ക് ഒരുമിച്ച് ഈ 9 വർഷമായി നഷ്ടപ്പെട്ട നിലമ്പൂരിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ നമുക്ക് കൈകോർക്കാം. എൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥന കൂടി ഉണ്ടാവണം. ഐശ്വര്യമുള്ള, ചൈതന്യമുള്ള ഒരു വിജയം നമുക്കുണ്ടാവണം. അതിന് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.